വിശുദ്ധമായ ഈ നോമ്പുകാലത്തിൽ വചനചിന്തകളുമായി യേശുവിൻ്റെ ഒപ്പം നടക്കുന്ന കൂട്ടുകാരെ, നമ്മുടെ കർത്താവിന് മഹത്വം നൽകിക്കൊണ്ട് നമുക്കൊരു സ്തുതി ചൊല്ലാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഈശോയ്ക്ക് എന്തിഷ്ടമാണെന്നോ നമ്മളോട് കൂട്ടുകൂടാനും നമ്മുടെ കൂടെ ഇരിക്കാനും എനിക്കത് മനസ്സിലായത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം വായിച്ചപ്പോഴാണ്. നമുക്കെല്ലാവർക്കും കൂടി വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 13, 14, 15 ഒന്ന് വായിക്കാം. ശിശുക്കളെ അനുഗ്രഹിക്കുന്നു. അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നു, നമ്മളെ പോലത്തെ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് മാതാപിതാക്കൾ യേശുവിൻ്റെ അടുത്ത് വന്നു. എന്തിനാ? യേശു കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയാകും. പക്ഷേ ശിഷ്യന്മാർക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല. എന്താണെന്നോ, യേശുവിൻ്റെ ചുറ്റും ആളുകളൊക്കെ ഇങ്ങനെ തിങ്ങി ഞെരുങ്ങി നിൽക്കണേ. അന്ധരുണ്ട്, കണ്ണ് കാണാൻ പാടില്ലാത്ത ആളുകളെ അവരങ്ങനെ തപ്പിത്തടഞ്ഞ് അവിടെ നിൽപ്പുണ്ട്. കൂട്ടുകാരെ, ഞാനിത് പറയുമ്പോൾ നിങ്ങളിതൊന്ന് ഹൃദയത്തിൽ കാണണേ. യേശു ഇങ്ങനെ ഇരിക്കുന്നു, ആളുകളൊക്കെ ഇങ്ങനെ ചുറ്റും. കാഴ്ചയില്ലാത്തവർ, മുടന്തരായവർ, ഇരുകാത് കേൾക്കാൻ വയ്യാത്തവർ, അങ്ങനെ ഒത്തിരി മനുഷ്യർ ഇങ്ങനെ യേശുവിൻ്റെ ചുറ്റും നിൽക്കണേ. കാരണം അവർക്കറിയാം, യേശു ഒന്ന് തൊട്ടാൽ, അല്ല നോക്കിയാൽ മതി, അവരുടെ അസുഖമൊക്കെ മാറി അവർ നല്ല ജിൽ ജിൽ എന്ന് നടക്കും. അങ്ങനെ രോഗസൗഖ്യം പ്രതീക്ഷിച്ച് ആളുകളൊക്കെ ഇങ്ങനെ ചുറ്റും നിൽക്കുന്ന സമയത്താണ് നമ്മളെ പോലത്തെ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് മാതാപിതാക്കൾ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത്. ശിഷ്യന്മാർക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല. വചനമൊന്ന് വായിച്ചു നോക്കിക്കേ. ശിഷ്യന്മാർ അവരെ ശകാരിച്ചു. അവരെ എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരെ, അവരെ കൊണ്ടുവന്ന മാതാപിതാക്കളെയും ശിഷ്യന്മാർ നല്ല വഴക്കിട്ടു. എങ്ങോട്ടാ ഈ പിള്ളേരെയും പെറുക്കി? ഇവിടെ രോഗികളൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു. നല്ല വഴക്കിട്ടു. അപ്പോൾ നമ്മുടെ ഈശോ എന്ത് ചെയ്തുവെന്ന് വചനത്തിലൂടെ ഒന്ന് നോക്കിക്കേ. ഈശോ ശിഷ്യന്മാരുടെ നേരെ കോപിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ചങ്ങാണവർ, അവരെ എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അടുത്തോട്ട് വന്ന ആ പിള്ളേരെയൊക്കെ എടുത്ത് ഈശോ തന്നെ മടിയിലിരുത്തി അവരുടെ തലയിൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. ഈ വചനഭാഗം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഏത് സമയത്തും ഈശോയുടെ അടുക്കൽ ഓടിച്ചെല്ലാൻ അവകാശം